C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതൊക്കെ റിയയുടെ തോന്നലേ. എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം വെറുപ്പാ. കലിയാ കലി. ഇങ്ങനെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിലെ വെറുപ്പോ കലിയോ ഒന്നും കാണുന്നില്ലല്ലോ. വലിയ വലിയ പദ്ധതികളൊക്കെ അങ്ങ് പ്ലാൻ ചെയ്യും. ഇന്നത്തോടെ അപർണയും സിദ്ധുനെയും കാലപുരിക്ക് അയക്കുന്ന വീമ്പിളക്കും. എന്നിട്ട് ഒടുവില് എല്ലാം സ്വാഹ. കാറിന്റെ ബ്രേക്ക് കേടാക്കി വെച്ചതനുസരിച്ച് നാളെ അവിടെ സഞ്ചയനം നടക്കേണ്ടതാ. ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ റിയ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവം കൂടി വിചാരിക്കണ്ടേ. ഹൽദിയുടെ അന്ന് അലർജിപ്പൊടി ചേർത്ത മഞ്ഞളുമായിട്ട് ഞാൻ അപ്പുവിന്റെ തൊട്ടടുത്ത് വരെ ചെന്നതാ. അപ്പോഴാ ആ മധു എന്ന് പറയുന്ന തടിയൻ എന്റെ ദേഹത്ത് വന്ന് തട്ടിയത്. മനഃപൂർവ്വം എന്റെ ബാക്കിൽ വന്ന് മുട്ടിയതാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലുവേ മഞ്ഞള് വീണ് ചൊറിഞ്ഞ് ഊപ്പാട് വന്നത് എനിക്കാ. ഇന്നത്തെ പ്രോഗ്രാം എന്തായാലും സന്ധ്യ കഴിഞ്ഞിട്ടായിരുന്നില്ലേ? ഇരുട്ടിന്റെ മറവില് എന്തെങ്കിലും പണി പറ്റിക്കായിരുന്നല്ലോ. ഞാനൊന്നും ചെയ്തില്ലെന്നാണോ? സകലരുടെയും മുമ്പില് അപ്പുനെ നാണം കെടുത്തി ഇല്ലാതാക്കാനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? അവക്കുള്ള ജ്യൂസിലെ കട്ടയ്ക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തു. 4 കാലിൽ അവള് പൂണ്ട് വിളയാടുന്നത് കാണാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവള് വെള്ളടിച്ച് പ്രശ്നം ഉണ്ടാക്കിയോ? നാണം കിട്ടോള്? പൂസായ ആള് വെളിവില്ലാതെ അപ്പുറത്ത് കിടന്ന് പിച്ചും പേയും പറയുവോ? സുജാത കുഞ്ഞമ്മ ഗ്ലാസ് മാറി മദ്യം എടുത്ത് കുടിച്ചതേ കുഞ്ഞമ്മയാ. കല്യാണം മുടക്കാൻ നടന്ന് നമ്മൾ തോറ്റു. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം. നിങ്ങളൊക്കെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവരാ. ഞാനതല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങിയവളാ. അപർണ വളർത്തുമകള് മാത്രമല്ലേ, കൽത്തോട്ടത്തിലെ യഥാർത്ഥ അവകാശിയായ ബാലുവിന്റെ ഭാര്യ ഞാൻ. എന്നിട്ടോ ആ വീട്ടിലെ സ്വത്തിന്റെ മുന്തിയ പങ്കും അപർണ കൊണ്ടുപോയി. ശേഷിക്കുന്നത് ബാലുവിന് കൊടുക്കുമായിരിക്കും ആമി. അത് കണ്ടറിയാം. എനിക്കും എന്റെ മോനും എന്തു കിട്ടും? നിന്ന അവഗണന. ഇത്രയും നാളും ബാലുവിനൊപ്പം ഒരുമിച്ച് താമസിച്ചതല്ലേ റിയ. എന്നിട്ട് എന്താ അവന്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാഞ്ഞത്? ഈ രാത്രി തന്നെ അതിനുള്ള മറുപടി പറയണോ ഞാൻ? മോശമല്ലാത്ത സ്വത്തുമായി അപർണ വന്ന് കേറുന്നതേ നിങ്ങളുടെ അനിയന്റെ ഭാര്യയായിട്ടാ. അതിന്റെ ഗുണം എന്തെങ്കിലും ഒരിക്കല് ഭാവനയ്ക്കും കിട്ടും. തനുശ്രീയെ സേതുപതി എന്തായാലും വെറുതെ വിട്ടയക്കില്ല. നാളെ സിദ്ധു അവളെ കെട്ടുമെന്ന് പറഞ്ഞോണ്ടിരിക്കുക തനുശ്രീ. അവക്ക് നല്ല രീതിയിൽ വട്ടുണ്ട്. അതാ അങ്ങനെ പറയുന്നത്. ശരണ്യമൂർത്തി അറിയോ സാറിന്? അഡ്വക്കേറ്റ് ശരണ്യമൂർത്തി. അറിയാമെങ്കിൽ പറ. പേരെവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നു. ഓഹോ, അത്രേ ഉള്ളൂ? കണ്ടിട്ടില്ല? എവിടെയുള്ള ഏതോ വക്കീലിന്റെ കാര്യം എന്നോടെന്തിനാ ചോദിക്കുന്നത്? ശരണ്യമൂർത്തി വക്കീലിനെ ഞാൻ കണ്ടിരുന്നു. വല്ലാതെ വിശന്ന് വലഞ്ഞപ്പോ എന്തേലും കഴിക്കാന്ന് കരുതിയാ ഞാൻ വക്കീലിന്റെ വീട്ടിൽ കയറിച്ചത്. ഫുഡൊന്നും ഇല്ലേ? ദാരിദ്ര്യം പിടിച്ച വീട്ടിലാണോ വന്ന് കയറിയത്? വിഷമട്ടം വയ്യ. ഉണ്ട്. നേരത്തെ ആഹാരം കഴിക്കുന്ന പാർട്ടീസാ. വന്നന്ന് തൊട്ട് പണിയാണല്ലോ ദൈവമേ.
ഇത് കുറെ ഉണ്ടല്ലോ. ഈ കേസ് മുഴുവൻ ജയിച്ചാണോ? ജയിച്ചതാണോന്നാ ശരണ്യ കേട്ടോ? ആ നിക്ക് ആ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഫയലുണ്ട്. അത് കളയണ്ട, ഇനിയും വേണ്ടതാ. അതേത് ഫയലാ? അതൊക്കെ ഉണ്ട്. നീ ഇനിയും പഴയ കേസ് വാദിക്കാൻ പോകുന്നോ? പറയാൻ ചേച്ചി. ഇതിലേതാന്ന് എങ്ങനെ അറിയാന്? പച്ച ലൈനിങ് ഉണ്ട് പുറത്ത്. സ്പെഷ്യൽ ഫയലെന്ന് മാർക്കർ പേന കൊണ്ട് എഴുതിയിട്ടുമുണ്ട്. ഇതാണോ നോക്കി? ആ ഇത് തന്നെ. ഒരു വലിയ പുള്ളിയെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷിച്ചതിന്റെ ഓർമ്മയാ ഇത്. എനിക്കൊരുപാട് പണവും കൊണ്ട് തന്നു ഈ ഫയല്. ഏത് കേസാ ശരണ്യ? പഴയ സേതുപതിയില്ലേ, സൊണാലി ബംഗ്ലാവിലെ സേതുപതി നാരായണൻ, ആ കേസാ. പപ്പ ഉറങ്ങിയില്ല. പപ്പ സിദ്ധു, പപ്പ പപ്പ വരൂ. സിദ്ധുവും വരട്ടെ. എന്താ സിദ്ധു, നിനക്ക് ഉറക്കൊന്നുമില്ലേ? അല്ല, പപ്പ എന്താ ഇതുവരെ ഉറങ്ങാത്തെ? ഞാൻ ഉറങ്ങിയതാ. കൊതുകിന്റെ ശല്യം. എന്നാ വാ, എന്റെ റൂമിൽ ഒന്ന് കിടക്കാം. ഏയ് കുഴപ്പമില്ല. അല്ല പപ്പ, ഇവിടെ ആരുടെ സംസാരം കേട്ട പോലെ എനിക്ക് തോന്നി. പപ്പ ആരോടാ വർത്താനം പറഞ്ഞേ? ഞാൻ ഈ സമയത്ത് ആരോട് വർത്തമാനം പറയാനാ? നിനക്ക് തോന്നിയതായിരിക്കും. പപ്പയ്ക്ക് എന്തെങ്കിലും സുഖമില്ലായ്മ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുഖമൊക്കെ ആകെ വിളറിയിരിക്കുന്ന പോലെ. ഏയ് ഒന്നുമില്ല, ഐ എം ഓൾ റൈറ്റ്. പതിവില്ലാതെ വൈകുന്നേരം കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചില്ലേ, ഷുഗർ ലെവല് കുറച്ച് കൂടിയതായിരിക്കും. അല്ല, എന്നാ പപ്പയോടൊപ്പം ഞാൻ ഇവിടെ കിടക്കാം. അത് വേണ്ട, നീ ഇവിടെ കിടന്ന ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഉള്ള ഉറക്കം കൂടി പോകും. സിദ്ധു ചെല്ലേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. അല്ല പപ്പ, കുഴപ്പമില്ല, ഞാനിവിടെ കിടന്നോളാം. വേണ്ടെന്നേ, സമയം കളയാതെ നീ ചെല്ല്. ചെല്ല്. എന്നാ ശരി പപ്പ, ഗുഡ് നൈറ്റ്. നീ പറഞ്ഞതെല്ലാം ഞാൻ നിഷേധിക്കുന്നു. വെറുതെ നുണക്കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. നീ പറയുന്നതിനൊക്കെ എന്താ തെളിവ്? എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ടെങ്കിലോ? വക്കീലിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ അന്നത്തെ കേസിന്റെ ഫയല്. ഇതിലും വലിയ തെളിവ് വേണോ? ഇതിലോരോ പേജും വിളിച്ചു പറയും സത്യം എന്താന്ന്. നോക്കട്ടെ. കൈ തരാനോ? അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. കൈ കിട്ടിയ നിങ്ങൾ ഇതിലെ പേപ്പറുകൾ മുഴുവൻ നുള്ളി കീറി വിഴുങ്ങത്തില്ലെന്ന് ആര് കണ്ടു? അപ്പൊ എന്തായാലും ചർച്ച കഴിഞ്ഞു. ഇനി എന്റെ ആവശ്യം പണം. 3 കോടി രൂപ കിട്ടണം എനിക്ക്. 3 കോടി രൂപയോ? യെസ്, 3 crores. നേരം പോക്ക് പറയാണ് നീ. അല്ല, സീരിയസ് ആയിട്ട് തന്നെ. നടക്കില്ല ബാലു. എന്നാ നാളെ നേരം പുലരുന്നത് സിദ്ധുവിന്റെ കല്യാണ ഒരുക്കങ്ങളിലേക്കായിരിക്കില്ല, നിങ്ങളുടെ അറസ്റ്റിലേക്കായിരിക്കും. പിന്നെ ഞാൻ പറയണോ എന്തൊക്കെയാ ഉണ്ടാവാൻ പോന്നേന്ന്? ഇത്രയും നാളത്തെ പ്രതാപം, ഇമേജ്, കുടുംബത്തിലെ സ്ഥാനം എല്ലാം നഷ്ടപ്പെട്ടവനായി മാറും സൊണാലിയിലെ സേതുപതി നാരായണൻ.
നാളെ സിദ്ധുവിന് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്തെങ്കിലും ചെയ്യാൻ ഞാൻ. എന്തെങ്കിലും ചെയ്താ പോരല്ലോ. നീ ആവശ്യപ്പെടുന്ന അത്ര പണം തരാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല. വിചാരിച്ചാൽ ഉണ്ടാകും. എന്നെ ഒന്ന് വിശ്വസിക്കൂ ബാലു. പറ്റില്ലല്ലോ. ദേ, അധികം കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സിദ്ധുവിനെ വിളിച്ചു വരുത്തി എല്ലാ സത്യങ്ങളും ഞാൻ പറയും. അതോടെ തീരും പൊപ്പട എല്ലാ കഥയും. മകൻ ആ നിമിഷം നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അല്ലെങ്കിൽ സിദ്ധു ഇവിടുന്ന് ഇറങ്ങിപ്പോവും. കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ബാലുവിനെ തെറ്റി. സിദ്ധുവിനോട് അന്നത്തെ ആക്സിഡന്റിനെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണെന്ന് സിദ്ധുവിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓ, അപ്പൊ അപ്പന് സപ്പോർട്ടാണോ മോൻ? എല്ലാം അറിഞ്ഞിരുന്നോണ്ട് അപ്പൊ അപ്പൂനെ കെട്ടാനുള്ള പ്ലാനല്ലേ? എനിക്ക് പറ്റിപ്പോയ കൈപ്പിഴയ്ക്കുള്ള പ്രായശ്ചിത്തമാണ് അപ്പുവുമായിട്ടുള്ള അവന്റെ വിവാഹം. ഓ, അങ്ങനെ ഇപ്പൊ പ്രായശ്ചിത്തൊന്നും ചെയ്യണ്ട. സിദ്ധുവിനല്ലേ കാര്യങ്ങളൊക്കെ അറിയൂ. അപ്പൂന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അറിയിക്കാൻ പോവാ ഞാൻ. ബാലു, അറിയട്ടേന്നെ. പപ്പ അവളുടെ റോൾ മോഡലല്ലേ? എന്നാലും നമ്മൾ ഇന്നലെ രാത്രിയിൽ യാത്ര ചോദിച്ചു പോരുമ്പോ ചിരിച്ചോണ്ട് നിൽക്കായിരുന്നില്ലേ അപ്പു? അതിന് നിനക്ക് ആ സമയത്ത് വെളിവുണ്ടായിരുന്നു. കൽത്തോട്ടത്തിലേക്ക് വിളിക്കാൻ വേണ്ടി പോയതല്ലേ? എന്താന്ന് അറിയട്ടെ. എന്തായി സിദ്ധു? ആമി തല ചുറ്റി വീണു. കാഞ്ചുവോ ഫോൺ എടുത്ത്. അപ്പുമോളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടോ സിദ്ധു? നേരത്തെ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. ഇപ്പൊ സ്വിച്ച് ഓഫ് കുഞ്ഞാ. എന്നാലും അപ്പുമോൾക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കാലോ. അതിന് പറ്റുന്നില്ലായിരിക്കും. ഭാവനയുടെ മമ്മിയുടെ എഴുന്നേറ്റില്ല ഇതുവരെ? കുളിക്കാൻ കയറി. ഓഫീസിലുള്ള പിള്ളേരൊക്കെ കല്യാണം കൂടാൻ നേരത്തെ എത്തുമായിരിക്കും. അവരോടൊക്കെ ഇനി എന്ത് പറയും? അതാണോ കൊച്ചെപ്പോഴത്തെ വലിയ പ്രശ്നം? അപ്പൂന് എന്താ പറ്റിയെന്നറിയണ്ടേ? എനിക്കെന്തായാലും കൽത്തോട്ടത്തിലേക്കൊന്ന് പോണം. ഞാനുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം ചേട്ടാ. അതല്ലേ അതിന്റെ ശരി. എന്നാ പിന്നെ ഒരുങ്ങിയും ഇറങ്ങാം. അപർണ വരുവാണെ കല്യാണം കഴിഞ്ഞെങ്കിൽ പോന്നാ മതിയല്ലോ. ഭാവനയും മമ്മിയും കൂടി കുളിച്ചൊരുങ്ങി ഇവിടെ ഇരുന്നാ മതി. വേണമെങ്കിൽ വിളിക്കാം. സുന്ദരം വന്നേ. സുജാത റെഡിയാവും. സത്യാണോ ഭാവന? ഇവിടുന്ന് പപ്പയും മറ്റുവേ കൽത്തോട്ടത്തിലേക്ക് പോവാനായിട്ട് തുടങ്ങുക. സിദ്ധു എന്ത് പറയുന്നു? അവനാകെ കിളിപോയ അവസ്ഥയില. എടി അവളാണോ ഇതിന് പിന്നില്ലെന്ന് ചോദിക്കുന്നേ? എന്നാലും അപർണയ്ക്ക് എന്ത് പറ്റിയതായിരിക്കും? ആർക്കറിയും. അതെ, ബാലു ഉണ്ടോ റിയയുടെ അടുത്ത്? ഇല്ല, അവനെ കാണാറേയില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അവൻ ചിലപ്പോ അപർണയെ തട്ടിക്കൊണ്ടുവല്ലം പോയതാണോ? അതെന്തായാലും ഇല്ല. റിയക്ക് എന്തെങ്കിലും അറിയാവോ? എന്താ അറിയാവോന്നാ? എടി വാ തുറന്നങ്ങോട്ട് ചോദിക്കടി. ദേ, തുറന്ന് ചോദിക്കാം ഞാൻ. അപർണയെ കാണാതായതിനു പിന്നിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? ദേ ഭാവന, അതെന്താ എനിക്ക് ചോദിച്ചൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്ന് ഞാൻ ചോദിച്ചാലോ? ചെയ്തത് ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് റിയോട് പറയുമായിരുന്നു ഞാനായിരുന്നു. ഇയാളുടെ ഹസ്ബൻഡ് വഴി ദുബായിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്തതാണെങ്കിലോ? നാട്ടിലുള്ളപ്പോ ശിവയെ കൊണ്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. പിന്നെ ദുബായിലിരുന്നു. സിദ്ധു അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. അവൻ പോയി കൊണ്ടുവരട്ടെ. എന്തായാലും ഇന്നത്തെ കല്യാണം ഒന്ന് മാറിപ്പോയല്ലോ. അത് തന്നെ വലിയ കാര്യം. ഇന്നലെ നമ്മള് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീണ്ടും ചോദിക്കാം, റിയയ്ക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ? ദേ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിക്കണം. ആ പിന്നെ തനുശ്രീ വിളിച്ചോ? ഓ, അവളെ ഫോണിൽ കിട്ടുന്നില്ല. എന്നാ ശരി. അമ്മയുടെ ഫോൺ. നീ എന്തിനാ എന്റെ ഈ ഫോണിൽ നിന്ന് റിയ വിളിച്ചത്? എന്റെ ഫോണിൽ നിന്ന് കോള് പോയി കഴിഞ്ഞാ പിന്നെ ആരെങ്കിലും സംശയിച്ചാലോ? ആ അത് ശരി. അപ്പൊ പണി കിട്ടുന്നെങ്കിൽ എനിക്ക് ആയിക്കോട്ടെ എന്നല്ലേ? നല്ല മോള്. ഞാൻ അങ്ങനെ മമ്മയെ കൈവിടുവോ? കണ്ടറിയണോ അതൊക്കെ? ഒന്ന് പോമമ്മ. എടി, തനുശ്രീ ഫോൺ എടുത്തില്ലല്ലോ. അവളായിക്കൂടെ പ്രതി? ഇന്ന് അപ്പൂന് പകരേ അവളുടെ കഴുത്തിൽ സിദ്ധു താലി കെട്ടുന്ന് വീമ്പിളക്ക് നടന്നതല്ലേ? അത്ര ബുദ്ധിയില്ലാത്തവളല്ല തനുശ്രീ. അപ്പു മിസ്സിംഗ് ആയ സിദ്ധു അതിന്റെ പിന്നാലെ പോവെന്ന് തനുവിന് നന്നായിട്ട് അറിയാം. അല്ലാതെ അതേ മുഹൂർത്തത്തിൽ അവളെ കെട്ടു അവൻ. മമ്മി, സിദ്ധു വരുന്നുണ്ട്. നീ എന്താ രാവിലെ കയറി വന്ന് ഇവിടുത്തെ റൂമെല്ലാം പരിശോധിക്കുന്നേ?
കല്യാണ ദിവസമായിട്ട് സൊനാലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എവിടെ എന്റെ അസിസ്റ്റന്റ് ജലജ? ചേച്ചി പാല് വാങ്ങിക്കാൻ പോയി. കാര്യം എന്താന്ന് പറ സിദ്ധു. ആ ദേ വന്നല്ലോ. ആഹാ, സാറെപ്പോ വന്നു? എവിടെ നിങ്ങൾ പാല് മേടിക്കാൻ പോയത്? ബൂത്ത് കടയില്. അപ്പോ എവിടെ? ആര്? അപർണ എവിടെയെന്ന്? അത് ഞാനെങ്ങനെ അറിയാനാ? ഇവള് പറഞ്ഞിട്ട് അപ്പോനെ നിങ്ങൾ എവിടെയും കണ്ട് ഒളിപ്പിക്കാൻ പോയതല്ലേ? എന്തോന്നാ മോളെ സാറ് പറയുന്നേ? ചേച്ചി അകത്ത് വയ്ക്കും. എന്താ സിദ്ധു പ്രശ്നം? ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാൻ അപർണ എന്താ കൈക്കുഞ്ഞാണോ? കാര്യം എന്താന്ന് പറ. അപ്പോനെ ഇന്ന് പുലർച്ചെ മുതൽ കാണാനില്ല. എന്നാ ആര് പറഞ്ഞു? ഞാൻ കൽത്തോട്ടത്തിൽ പോയിട്ട് വരാം. അതിനെന്തിനാ ഞാൻ താമസിക്കുന്നിടത്ത് വന്നിട്ട് അന്വേഷിക്കുന്നേ? എന്റെ അത്രയ്ക്ക് വലിയ ഫ്രണ്ടാണോ അപ്പു? ഫ്രണ്ട് അല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഞാൻ അപ്പുവിനെ തട്ടിക്കൊണ്ടു പോയതാണോന്നറിയാം. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഇത്ര സില്ലിയായിട്ട് ചിന്തിക്കുന്നല്ലോ നീ. ഞാൻ കിഡ്നാപ്പ് ചെയ്യാനോ? അപ്പൂനെ വെല്ലുവിളിച്ച ഇന്ന് ഞങ്ങളുടെ വിവാഹം നടക്കില്ലെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ അതേ കല്യാണത്തിന് ബെസ്റ്റ് വിഷസ് പറഞ്ഞതാ ഞാൻ. ദേ ഇപ്പൊ തന്നെ കുളി കഴിഞ്ഞൊരുങ്ങി വിവാഹത്തിന് വരണോന്ന് വിചാരിച്ചിരുന്നതാ. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ സിദ്ധു? അത് പോട്ടെ, സത്യത്തിൽ എന്താ ഉണ്ടായത്? എനിക്കങ്ങോട്ട് വ്യക്തമാവുന്നില്ല. അപ്പൊ നിന്നോട് പിണങ്ങിയോ? നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി എങ്ങോട്ടോ മാറി നിൽക്കുന്നതായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അവള് വരും. നിനക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തനുശ്രീ വെറുതെ ആവില്ല. വിവരം അറിയും നീ, പറഞ്ഞേക്കാം. എന്താ മോളെ സംഭവം? അവൻ പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ? എനിക്കും അത്രേനെ അറിയൂ. എന്താ നോക്കുന്ന? ഒന്നുമില്ല. ബാലു രാത്രി ഇതിലേ വന്ന് കാണില്ലെന്ന എനിക്കൊരു സംശയം. അവൻ അപർണയെ വിളിച്ചുണർത്തി പഴയതെല്ലാം പറയാനിടയില്ലേ? അത് കേട്ട് ആമിയോട് പോലും ഒന്നും പറയാതെ ഇറങ്ങിപ്പോയില്ലേ അപർണ? വളരെ തന്റെ ഉള്ള കൂട്ടത്തിൽ ആ കുട്ടിയെന്ന് നിനക്കറിയില്ലേ? പക്ഷേ അവൾ അറിയുന്നത് അവളുടെ അച്ഛന്റെ അമ്മയുടെയും മരണത്തിന്റെ രഹസ്യമാണ്. ഷോക്കുണ്ടാക്കുന്ന കാര്യമാണ്. അത് കേട്ടാൽ അവൾ ഒളിച്ചോടി പോവുകയല്ല ചെയ്യുക. നേരെ എന്റെ മുമ്പിലേക്ക് വരും. എന്റെ മുഖത്ത് നോക്കി അന്നത്തെ സംഭവത്തെപ്പറ്റി ചോദിക്കും. എന്നെ വെറുതെ വിടില്ല. സിദ്ധുവിനെ വിളിക്കും. എന്റെ മുമ്പിൽ വെച്ച് അവനോട് കാര്യങ്ങൾ പറയും. അതാണ് ആ കുട്ടിയുടെ സ്വഭാവം. അല്ലാതെ ഒരു കാരണവശാലും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവില്ല. ഇന്ന് വിവാഹമായിട്ട് രാവിലെ തന്നെ കണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി അവൾ ആലോചിക്കാതിരിക്കില്ല. എന്തായാലും പണിയേറ്റു, വർക്കൗട്ടായി. എന്റെ തരകൻ ഡോക്ടറെ. ഈ ഉമ്മ മുഴുവൻ എനിക്കാണോ? വേറെ ആർക്കും കൊടുക്കാനാ മോളെ? ഡോക്ടറോട് പറഞ്ഞു എന്നെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയായിരുന്നു. ഇല്ലില്ല, ഒരാഴ്ച ഇവിടെ കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞു. ഞാനിനി കല്യാണത്തിന് വീൽ ചെയറിൽ വന്നിരിക്കേണ്ടി വരുമല്ലോ. ഈ കാലം നീട്ടി ദൈവമേ. അങ്ങനെയാണെങ്കിലേ ഞാനൊരു വീൽ ചെയറിൽ മണ്ഡപത്തിലോട്ട് വന്നിരിക്കാം. താലയിടാനും ഹാരം കൈമാറാനും ഒക്കെ അതല്ലേ ഈസി. അപ്പൊ പിന്നെ നമ്മുടെ ഹൈറ്റും അഡ്ജസ്റ്റ് ആവും.
പ്ലാസ്റ്റർ എടുത്തു കഴിയുമ്പോ കാലിന്റെ നീളവും കുറയും, ഹൈറ്റും കുറയും. ആണോ? അതെ, അങ്ങനെയൊന്നും വരത്തില്ല. വാ ഇവിടെ വാ. എപ്പോ? അത് ശരി. എന്നിട്ട് നീ ഇവിടെയൊന്നും അറിയിച്ചില്ലല്ലോ. ആ ശരി ശരി. അവൻ അമേരിക്കയിലേക്ക് തിരിച്ചുപോയി 9-ാം തീയതി, അതായത് മിനിഞ്ഞാന്നത്തെ ഫ്ലൈറ്റില്. പോലീസ് വരാൻ എത്ര താമസിക്കുന്നേ? പാപ്പ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. ശരി, എന്നാ ഞാൻ വിളിക്കാം. ശിവയോട് പറഞ്ഞു? കേട്ടിട്ട് തന്നെ ശിവ ചിരിക്കുക. സിദ്ധുവിനെ വിട്ടിട്ട് വേറെ വല്ലവന്റെയും കൂടെ അവള് മുങ്ങിയതാണോന്ന്. അത്രയും മണ്ടത്തരം അവള് കാണിക്കില്ല. സൊണാലി സമം കോടികളെന്ന് അപർണയ്ക്കറിയാം. അത് കളഞ്ഞിട്ട് അവള് കളം മാറി ചവിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ആട്ടെ, അപർണയെ കാണാനില്ലെന്നറിഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു സന്തോഷവോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ നിനക്ക് കാണാനില്ലല്ലോ. സാധാരണഗതിയിൽ ഇങ്ങനെയല്ലല്ലോ ഭാവന റിയാക്ട് ചെയ്യേണ്ടത്. അവളുടെ കേസില് ഞാൻ അറിയാതെ എന്തെങ്കിലും പണി ഒപ്പിച്ചോ നീ? എന്നുവെച്ചാ അപർണയെ കൽത്തോട്ടത്തിൽ നിന്നും കടത്തിക്കൊണ്ടു പോവാൻ ആരുമായിട്ടെങ്കിലും കരാറുണ്ടാക്കിയോന്ന്? ദേ മമ്മ, ഒരുമാതിരി സിദ്ധു ചോദിക്കുന്ന പോലുള്ള ചോദ്യം എന്നോട് ചോദിക്കല്ലേ. കൂടെ നിന്നിട്ട് കാലുമായിരുന്നോ? അത് തന്നെ എന്റെ സംശയം. എന്നാ സംശയം അങ്ങ് വെച്ചിരുന്നാ മതി. അവള് പോയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാ പോയത് എവിടാന്നറിയണം, എന്ത് സംഭവിച്ചൊന്നും അറിയണം. എങ്കിലേ ആ സന്തോഷം പൂർണ്ണമാവത്തുള്ളൂ. എന്റെ മോളൊക്കെയാ എന്ന് കരുതി ഇവളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട. നീ കുറച്ചു സമയത്തേക്ക് തീരുന്നില്ലേ? ചേട്ടായി വേണമെങ്കിൽ കുറച്ചു സമയം ഒന്ന് കിടക്ക്. വേണ്ട, രാവിലത്തെ മരുന്ന് കഴിച്ചിട്ടില്ല, അതിന്റെ ഒരു വല്ലായ്മയുണ്ട്. എന്നാ വീട് വരെ ഒന്ന് പോയിട്ട് വാ. സുന്ദരേട്ടാ, കൂടെ ചെല്ല്. മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും അറിയില്ലേ. പോയിട്ട് വാ, ഞാനിവിടെ നിക്കാം. ആമി വരട്ടെ. എന്നാ വീട്ടിൽ പോയി മരുന്ന് കഴിച്ചിട്ട് വരാൻ ചേട്ടായി. മധു. ഓ ആയിക്കോട്ടെ. ഓ കാഞ്ചു, മോൾ എന്തേലും കഴിച്ചായിരുന്നോ? ഒന്നും വേണ്ട കുഞ്ഞ. എന്റെ അപ്പച്ചി. കുറച്ച് വെള്ളം കൂടി കുടിച്ചോ. ഇന്ന് ഇതുവരെ ഒന്നും കഴിച്ചല്ലോ. സത്യം പറ, അപ്പ എവിടെ? അത് തന്നെയാ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. അടവെടുക്കണ്ട. അപ്പൂനെ കാണാനായി കൽത്തോട്ടത്തിലേക്ക് പോകുമെന്ന് നീ ഇന്നലെ എന്നോട് പറഞ്ഞതാ. അത് നിങ്ങൾ എനിക്ക് പണം തരാൻ മടിച്ചപ്പോഴാ. തരാന്ന് സമ്മതിച്ചപ്പോ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി. നോ, നീ ചതിയനാ. അപർണയെ കിഡ്നാപ്പ് ചെയ്തത് നീ തന്നെയാ. അവളെ കെട്ടായിരുന്നല്ലേ നീ. സിദ്ധുവായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് അറിഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല. സത്യം പറയുന്ന നിനക്ക് നല്ലത്. അപ്പൂനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കൈവിട്ട കളിയാണ് ബാലു. ഇവനെന്താ എവിടെ?
അപ്പൂനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് വീണ്ടും വന്നിരിക്കുക. മതി നോൺസെൻസ് പറഞ്ഞത്. എനിക്ക് പണം തരുന്നതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പൂനെ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് നിങ്ങളല്ലേ? അനാവശ്യം പറയരുത്. രാവിലെ വിവരം അറിഞ്ഞത് മുതൽ ഞങ്ങൾ നെട്ടോട്ടത്തില. അനിയനും ചേട്ടനും കൂടി എന്റെ മുമ്പിൽ നാടാൻ കളിക്കരുത്. ഈസി ആയിട്ട് 2 നിരപരാധികളെ തട്ടിയിട്ട് 10-20 കൊല്ലം രക്ഷപ്പെട്ട് കിടന്ന ടീമാ. അതുകൊണ്ട് വലിയ പ്രസംഗമൊന്നും വേണ്ട. അതവിടെ നിൽക്കട്ടെ. എനിക്ക് തരാന്ന് പറഞ്ഞ പണം അവിടെ. ഈ ടെൻഷന്റെ ഇടയ്ക്ക് പണം അറേഞ്ച് ചെയ്യാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? രണ്ടും 2 വിഷയമാണ്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കുകയും വേണ്ട. മുരളീകൃഷ്ണന്റെ മരണത്തെ പറ്റി ഒരു അനോണിമസ് കോൾ പോലീസിന് കിട്ടിയ നിങ്ങൾ 2 പേരും അകത്ത്. ഞാനങ്ങനെ ചെയ്യട്ടെ? എനിക്കിനി ഒന്നും നോക്കാനൊന്നുമില്ല. ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാനുമില്ല. ഈ അവസരത്തിൽ കുറച്ച് മനുഷ്യത്വം കാണിക്കൂ ബാലു. ഒരു പാവ അച്ഛനെ അമ്മയും പണത്തിന്റെ പേരിൽ വകവരുത്തിയ ആളാ മനുഷ്യത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞാനല്ല അവരെ വകവരുത്തിയത്. അപ്പൂനെ കാണാതെ തീ തിന്നുകയെ അവിടെ എല്ലാരും. നിനക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല. ആ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് അറിയാത്തതിൽ നിനക്ക് ഒരു ടെൻഷനും ഇല്ല. നീയല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയത്? അതെ ചേട്ടായി, യവനാണ് ആ കിഡ്നാപ്പിന്റെ പിന്നില്. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു പണം തട്ടിയെടുക്കാനായിട്ട്. നിർത്തണോ? തുകയും കൈക്കലാക്കിയിട്ട് അപ്പൂനെ കൊണ്ട് മുങ്ങാനായി അവന്റെ പരിപാടി. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ സിദ്ധു. നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. താൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും അറിയാത്ത പാവം. ആ കാർ അപകടത്തിന് പിന്നിൽ ഇയാളുടെ പപ്പയാന്ന് സിദ്ധുവിന് അറിയാം. എല്ലാം സിദ്ധുവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് മൂപ്പർ എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടെ അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പനും മോനും കൂടിയുള്ള ഒത്തുകളിയെ എന്നോട് വേണ്ട. ഒരു കാര്യം ചെയ്യും, 2 പേരും കൂടി എനിക്കുള്ള ക്യാഷിങ് തന്നേരും. ഞാൻ പോയേക്കാം. വൈകുന്നേരം വരെ സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ മോനെ, എന്റെ ഭാഗത്തുണ്ടായ ഒരു പിടിപ്പുകേട്, ഒരു കയ്യബദ്ധം. എത്ര നിസ്സാരമായിട്ടാ പറഞ്ഞൊഴിയുന്നത്. അതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടത് 2 പേരുടെ ജീവനാ. അതും അപ്പൂന്റെ അച്ഛനും അമ്മയും. പപ്പയുടെ സ്ഥാനത്ത് ഉണ്ടായിരിക്കേണ്ടതല്ലേ ആ മനുഷ്യരും. സിദ്ധു മോനെ, ഇത്തരം ഒരു മഹാപാപം ചെയ്ത ആളാണോ എന്റെ പപ്പ? ഇനി എന്ത് വേണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. ചേട്ടായി, സിദ്ധു ഇതെന്ത് ഭാവിച്ച മോനെ? നീ എങ്ങോട്ടായി പോകുന്നത്? എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. എടാ മോനെ. ഇല്ല പപ്പ, എന്റെ മനസ്സിൽ കുറച്ചു മുമ്പ് ഉടഞ്ഞു വീണത് ഒരു വലിയ വിഗ്രഹ. ഞാൻ ആരാധനയോടെ കണ്ടിരുന്ന എന്റെ പപ്പ എന്ന വിഗ്രഹം. ഇതൊന്നും കാണാൻ മമ്മി ഇല്ലാതിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ എത്രമാത്രം വിഷമിക്കുമായിരുന്നു എന്റെ മമ്മി. പറ്റിപ്പോയിന്ന് ഞാൻ ഏറ്റു പറഞ്ഞില്ലേ? അതുകൊണ്ട് പപ്പ ചെയ്തെല്ലാം കുറ്റമല്ലാതെ ആവൂ? നീ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. പറ, പപ്പ എന്ത് ചെയ്യണം? ചെയ്യാനുള്ളതെല്ലാം 20 വർഷം മുമ്പ് ചെയ്തല്ലോ. ഉള്ളു പൊള്ളിക്കുന്ന ഈ രഹസ്യം മനസ്സിലിട്ടുകൊണ്ടാണോ ഇത്രയും നാള് പപ്പ പെരുമാറിയത്, അല്ലേ? എടാ അങ്ങനെയല്ല. നിങ്ങളുടെ കല്യാണക്കുറി കൈമാറാൻ കൽത്തോട്ടത്തിൽ പോയ അന്നാണ് ചേട്ടായി മനസ്സിലാക്കുന്നത് മുരളീകൃഷ്ണന്റെ മകളാണ് അപ്പൂന്ന്. ഓ, ഇപ്പം മനസ്സിലായി. അന്ന് തൊട്ട് പപ്പ എന്തിനാ ഞങ്ങളുടെ വിവാഹത്തെ എതിർക്കുന്നേന്ന്. എന്നിട്ട്
പിന്നീട് വിവാഹത്തിന് സമ്മതിച്ചോ? അതിന്റെ പിന്നിലുള്ള ചുറ്റിക്കളി എന്താ? മനഃപൂർവ്വമല്ലെങ്കിലും എന്നോ ചെയ്തുപോയ തെറ്റ് തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ട്. നീയും അപ്പവും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞതുകൊണ്ട്. അല്ലാതെ ഒരു ചുറ്റിക്കളിയുമില്ലായിരുന്നു. സത്യം. അപ്പു എന്നെങ്കിലും ആ സത്യം എപ്പോഴെല്ലാം അറിഞ്ഞുള്ള പ്രശ്നത്തെപ്പറ്റി പപ്പയൊന്ന് ആലോചിച്ചു നോക്കിയേ. അത് ആലോചിച്ചിട്ടാ ചേട്ടായുടെ ഉറക്കം മൊത്തം നഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് തന്നെ തോന്നി അപർണ അറിയുന്നെങ്കിൽ അറിയട്ടെ എന്ന്. അത് കാരണം ഉണ്ടാകുന്ന എന്ത് കോൺസിക്വൻസും നേരിടാൻ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി. വേണ്ടി വന്നാൽ നാട് വിട്ടു പോകാൻ പോലും പ്രിപ്പയർഡായി ഞാൻ. ചേട്ടാ ഇത്രയും പറഞ്ഞില്ലേ മോനെ, ഇനി നിനക്കങ്ങ് ക്ഷമിച്ചൂടെ? എനിക്കും കൂടെ അങ്ങ് തോന്നണ്ടേ ക്ഷമിക്കാൻ? സിദ്ധു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.